അവിടെ എന്താ പ്രശ്നം? ആണോ പൊന്നെ? അമ്മയോട് പറഞ്ഞ അമ്മ കൊണ്ടുപോകില്ല ഇതിനെ. ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു മോനെ? ആദ്യമേ ഇതൊട്ടും നല്ലതല്ല കേട്ടോ, അങ്ങനെ പറയരുത് കേട്ടോ. ഇനി തൊട്ട് അങ്ങനെ പറയാൻ പാടില്ല, ഓക്കെ? അയ്യോ ശിവാനി, പിള്ളേരെ നോക്കുന്ന ജോലിയാണ് കുട്ടിയെ. നോക്കിക്കോ എല്ലാവരും നോക്കിക്കോ. പോടാ, എല്ലാം കൂടെ വന്നിട്ട് പിള്ളേരെ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചേക്കും നോക്കാനായിട്ട്. നെഞ്ച 3 കുരിപ്പുകളും ഉണ്ട്, പേടിക്കണ്ട. അതെയല്ലേ, അതാ കാണാതിരുന്നത്. എന്തായാലും ഞങ്ങൾ പോട്ടെ. എല്ലാം കൂടെ എന്ത് പോക്കാൻ പോകുന്നത്? എടി പിള്ളേരെ നോക്കാൻ കൂടി. എടാ കുഞ്ഞ, എന്താക്കുന്നവരെ പറഞ്ഞ പാട്ട് പാടാനോ? പാട്ട് പാടി തരാം കേട്ടോ. എല്ലാത്തിനും വിളിച്ചോണ്ട് വരാം. ആരെങ്കിലും ഉറങ്ങുവാണെങ്കിൽ അത്ര സമാധാനം. എൻ്റെ പിള്ളേരുണ്ട്, കാർത്തികയുടെ പിള്ളേരുണ്ട്, പാർവതിയുടെ പിള്ളേരുണ്ട്, കാർത്തികയുടെ പിള്ളേരുണ്ട്. ഈ പിള്ളേരെയൊക്കെ എങ്ങനെ കടത്തി ഇറക്കാനാണോ ഞാൻ? കളിക്കാൻ പോയ ആദ്യയുടെ എല്ലാ മക്കളും വായോ, നമുക്ക് ഉറങ്ങാലോ. മിണ്ടല്ലേ മക്കളെ, നമുക്കെല്ലാം സെറ്റാക്കാം. ബാക്കിയുള്ളത് എന്ത് മക്കളെ? എല്ലാവരും വിളിച്ചിട്ട് വാ. എൻ്റെ ദൈവങ്ങളെ, എനിക്ക് വയ്യ. പാട്ടല്ലേ, പാട്ട് സെറ്റാക്കി തരാം. അമ്മ പാട്ട് പാടാൻ തുടങ്ങുക. അപ്പം എല്ലാവരും ഉറങ്ങണേ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, നിനക്കെന്നും ഉറങ്ങിടാൻ ഒരു ചിപ്പിയാണ് അമ്മ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, നിനക്കെന്നും ഉറങ്ങിടാൻ ഒരു ചിപ്പിയാണ് അമ്മ. കാൽത്തളയിൽ കരിവളയിൽ വിലകിലോ നീ, കളിയാടി വരും നേരം കാതോർത്തിരുന്നീ അമ്മ. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ, എന്നെഴുത്തത്തിലെ കൃഷ്ണമണിനേ. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ, എന്നെഴുത്തണ്ടിൽ. പിള്ളേരെയൊക്കെ ഉറക്കിയോ? ആണോ? നല്ലതാട്ടോ, ഉറങ്ങിക്കോ. ഹായ്, അങ്ങനെ എല്ലാം ഉറങ്ങി കിട്ടി. എൻ്റെ പണി കഴിഞ്ഞാലോ ദൈവങ്ങളെ, സന്തോഷം. ഇവിടെ എൻ്റെ പിള്ളേരെ നോക്കി കേട്ടോ. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോട്ടെ. എടാ പ്രദീപേ, എന്താടി? നിങ്ങൾക്കറിയോ, അനേറ്റയുടെ പിറന്നാളോ എല്ലാ പിള്ളേരെയും നോക്കിയത് ഞാൻ. അതാണ് പ്രശ്നം. ഒരു കിസ്സെന്ന് പറഞ്ഞ പ്രശ്നം. നീ തന്നാൽ ഞാൻ വാങ്ങും. അപ്പം എങ്ങനെയാ? ആ പിള്ളേരെ മുഴുവൻ ഞാൻ ഉറക്കി. ഓ, ഇത് പകുതിയേ കിട്ടിയുള്ളൂ. പക്ഷെ ഫുള്ള് കിട്ടണമായിരുന്നു. ആരാത്? പോവാണ്. കിസ് കൊള്ളായിരുന്നു, ഇഷ്ടമായി. താങ്ക് യു, സന്തോഷിപ്പിച്ചതിന്. ഇതിനൊക്കെ ആരെങ്കിലും ചാൻസ് പറഞ്ഞു നോക്കട്ടെ. ഒരു കിസ്സല്ലേ? അതെ, ഇതുപോലെ പക്ക കിസ് ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്ത് രസമായിരുന്നു നിങ്ങളുടെ ലിപ് ലോക്ക് കാണാൻ. ഓ പൊളി. ഇനി ലിപ് ലോക്ക് കാണാൻ ഇങ്ങോട്ട് വന്നേക്കരുത്, വേറെ അങ്ങോട്ടേലും പോകണം, ഓക്കെ? ഓ, ഉത്തരവ് പോലെ മഹാരാജൻ. എന്നാ വന്ന വഴി റിട്ടേൺ അടിച്ചോ, കൊച്ചിനെ കൊണ്ട് പോയിക്കോ, ഓക്കെ? ആ ഓക്കെ, നമുക്കിതിനെ വിധിയുള്ളൂ, കാണാൻ മാത്രം. ഞാൻ പോട്ടെ, ഇതൊന്നും കാണാൻ അത്ര ആണില്ല. ഏട്ടാ, എൻ്റെ കുഞ്ഞുവാവയെ കണ്ടായിരുന്നോ? ഹായ്, അങ്ങനെ കുഞ്ഞുവാവയെ തേടി അമ്മ വന്നല്ലോ ഫൈനലി. അല്ലാതെ എൻ്റെ കൊച്ചിനെ തിരക്കി വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ കേട്ടോ. എനിക്ക് അറിയാടി പൊന്നെ, നീ ചുമ്മാ പറഞ്ഞു തന്നു. എനിക്ക് ശിവേട്ടൻ്റെ ഇവിടെ റേറ്റ് എടുത്തരൂ, അത് ചോദിക്കാൻ വന്നേ. പ്ലീസ് 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 എടുത്തരൂരേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ആഡിയ പ്ലീസ് എടുത്തരൂ, പ്ലീസ് പ്ലീസ് പ്ലീസ്. എടുത്തുതരാം, ഇപ്പോൾ നിൽക്ക്.
വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്. അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണ്. ഞാൻ ബർസാനക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാധേ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. കണ്ണിൽ കനവാകനി കലയാതടി മറയാമലേ നീ നിൽപ്പായ കലയാതടി മറയാ. അയ്യോ മുറ്റേ പൊളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട്. കൊള്ളാട്ടോ, കൊള്ളാം. ചാൻസ് ഒരു റീലും കൂടെ എടുക്കുന്നുണ്ട് പ്ലീസ്. ഇനിയും അറിയില്ലോ. ആ ശരി, പോയി നിൽക്ക്, എടുക്കാം. എങ്ങനെയുണ്ട് ഞങ്ങൾ? പൊളിയല്ലേ? പിന്നെ പൊടിയില്ലേ? അതെ, ഒരു കാര്യം വിട്ടുപോയി, അത് പറയാൻ മറന്നുപോയി. അത് പറയാൻ വേണ്ടി മാത്രം വന്നു കേട്ടോ. വാട്ട്സ് ദാറ്റ്? എന്ത് കാര്യം? എന്താ പറഞ്ഞത് നിനക്ക് പറയാനുള്ളത്? വേഗം പറ, കേൾക്കട്ടെ. ഇന്ന് 2000 ബർത്ത്ഡേ അല്ലേ? ഞാൻ വിഷയം മറന്നു. നല്ലതാടി. അപ്പം നീ ഇവരെ വിഷ് പോലും ചെയ്തല്ലേ? മറന്നുപോയി. ഇപ്പം പറയാം. എന്നാൽ ഇപ്പോൾ എനിക്ക് ആ തിരുവായിൽ മൊഴിയ. I wish you happy birthday. Happy birthday to you, Parvati and Pradeep. Happy birthday to you both. താങ്ക്യൂടാ. എൻ്റെ മുത്താണ്. താങ്ക്യൂടാ. ചാൻസ് ഒന്നും വേണ്ട. പായസം വെക്കുമ്പോൾ 2 ഗ്ലാസ് എനിക്കധികം തന്നാൽ മതി. 2 ഗ്ലാസ്സല്ലേ? 3 ഗ്ലാസ്സിലോ? ഓക്കെ, സെറ്റല്ലേ? അവർക്ക് ചിലപ്പോൾ ഡബിൾ സെറ്റ് ആയിരിക്കും. എല്ലാത്തിനും ഞാൻ ഉറക്കിയിട്ട് വന്നല്ലേ പിള്ളേരെ. കുറച്ച് നേരം അമ്മ ചുമ്മാ ഇരുന്നോട്ടെ പ്ലീസ്. അപ്പൻ്റെ അത് പിള്ളേരെ തന്നെ സമാധാനമായിട്ട് സൊസൈറ്റി ഒരാൾ ഇരിക്കാൻ സമ്മതിക്കരുത്. ഇതൊക്കെ ചുമ്മാ രസമല്ലേ? അങ്ങോട്ട് ചെല്ലേ, എന്താ ചോദിക്ക്. ഷേ, അത്രേ ഉള്ളൂ? സെറ്റാക്കാലോ. അല്ല, കാർത്തികയുടെ കൂടെ പോയിട്ട് ഇപ്പം എന്തിനാ? അവരോട് പോണോ? വിടാലോ അമ്മ. ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തത്? അതിന് ഇത്ര ചെറിയ വിലയുള്ളെങ്കിൽ എന്തായാലും വിടും അമ്മ. സന്തോഷമായില്ലേ എൻ്റെ മക്കൾക്ക്? അമ്മയുടെ കുഞ്ഞുവാവ എഴുന്നേറ്റോ? എൻ്റെ കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നു ഗൈസ്. കുഞ്ഞുവാവേ, ഇങ്ങോട്ട് വാ. അല്ലടാ, ചേച്ചിമാർ മാത്രം മതിയോ? ചേട്ടനെ വേണ്ട നിങ്ങൾക്ക്? അതിലിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പഠിക്കുന്ന പിള്ളേർ പഠിച്ചോട്ടെ. ആഹാ, നല്ല ബെസ്റ്റ് പിള്ളേർ. അതെ, ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ലേ, ഇവിടെ നിങ്ങളാരാ പറഞ്ഞത്? എനിക്കൊന്നും പറഞ്ഞൂടെ? നീ പറഞ്ഞോ, പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ട്. കൊച്ചിലുണ്ടെന്ന് നീ മറന്നു പോകരുത്. ഞാനത് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മറന്നുപോയി. ഓർമ്മിപ്പിച്ചത് നന്ദി. നന്ദിയൊന്നും വേണ്ട, അതെപ്പോഴും ഓർത്താൽ മതി. ഓക്കെ, എനിക്കറിയാം. 2 hours later. എന്താടി വയ്യ നിനക്ക്? ഹലോ മിസ്റ്റർ ഭർത്താവ്, ഇത് റീലായിരുന്നു. ഓ, അങ്ങനെയാണോ? ഒരു കാര്യം പറയട്ടെ. അപ്പോ നമ്മുടെ കഥകൾ എന്തെങ്കിലും കൊടുക്കാനുള്ള സമയമായില്ലേ? പിന്നെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പം പറഞ്ഞു തന്നത് വേറൊന്നുമല്ല, കഥക്ക് എൻഡിങ്ങാണ്. നീ മിണ്ടാതെ. ഇനി ബാക്കി എന്താ പറയട്ടെ. ഞങ്ങളുടെ ശിവപാർവതി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ഈ കഥയുടെ എൻഡിങ് നടക്കും. ഒരുപാട് ഇണക്കങ്ങളും പിണക്കങ്ങളുമായി അവരെങ്ങനെ ജീവിച്ചു പോകുന്നു. അവർ ഒരു ഹാപ്പി ഫാമിലിയായി മാറിയിരിക്കുന്നു. അപ്പം എൻഡിങ് ആയി കേട്ടോ ഗൈസ്. അപ്പം പിന്നെ ഒരു ബ്രേക്കാണ്. അയ്യോ ഗൈസ്, എനിക്ക് പറ്റത്തില്ല. എഡിറ്റ് ചെയ്തെടുത്ത് മടുത്തു ഞാൻ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എക്സാം ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക്
അറിയില്ല ഇനി എപ്പോൾ എപ്പിസോഡ് വരാമെന്ന്. പക്ഷെ ഞാൻ വേഗം തന്നെ വരാൻ ശ്രമിക്കുന്നതാണ്. കഥയൊക്കെ സെറ്റാണ്, ഡയലോഗും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്. പക്ഷെ ഞാൻ സെറ്റല്ല, അതാണ് പ്രശ്നം പറ്റിപ്പോയത്. അപ്പം എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ, ലവ് യു ഓൾ, ഉമ്മ. ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലല്ലേ, പറയാം. ഇനി ഞാനൊരു ഇൻസ്റ്റ വന്നിട്ട് ശിവപാർവതി എപ്പിസോഡ് 12, 30 എന്നും പറഞ്ഞേക്കരുത്, കഴിഞ്ഞുമില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞു കേട്ടില്ലേ, ശിവപാർവതി എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു.